രാഷ്ട്രീയ നാടകങ്ങളെയും പരീക്ഷണങ്ങളുടെയും വേദിയായ തൃശൂരിൽ കൊടും ചൂടിലെ പൊടിപൂരത്തിലൂടെ നമ്മുടെ വാർത്താ അവതാരക അമൃത പടിക്കാലാണ് സഞ്ചരിക്കുന്നത്. നാട്ടികയിൽ നിന്ന് അമൃത പടിക്കാലും റിപ്പോർട്ടർ ശ്രീജിത്ത് ശ്രീകുമാരനും ചേരുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ രാഷ്ട്രീയ കോലാഹലങ്ങൾ കൊണ്ട് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതെ, നാട്ടികയിൽ തന്നെയാണ്. നമുക്കറിയാം, സിറ്റിംഗ് MLA മറുകണ്ഠം ചാടി പുറത്തേക്ക് പോകുന്നു. അതിനുശേഷം വലിയ തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ അദ്ദേഹം അതിനു മുമ്പ് ഉന്നയിക്കുന്നുണ്ട് അവിടുത്തെ LDFന്റെ സ്ഥാനാർത്ഥിക്കെതിരെ. പക്ഷേ അതൊന്നും പാർട്ടി മുഖവിലേക്ക് എടുക്കുന്നില്ല, താൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം NDAയിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കണ്ടത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. അതെ, നാട്ടിക തന്നെയാണ്, CC മുകുന്ദന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വന്നത്. അപ്പോൾ നാട്ടിക മണ്ഡലത്തിലാണുള്ളത്. വലിയ ശക്തമായൊരു പോരാട്ടം നാട്ടിക മണ്ഡലത്തിലും നമ്മൾ ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. നാട്ടികയിലെ ഓഹോ ബീച്ചിലാണുള്ളത്. നാട്ടികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് ബീച്ച് തന്നെയാണ്. അതുപോലെ തന്നെ തീരദേശ മേഖലയാണ്. ഇവിടുത്തെ ആളുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ ഒരു ഭരണം ഏത് രീതിയിലായിരുന്നു, അതുപോലെ തന്നെ അതിൽ അവർ സംതൃപ്തരാണോ, നിലവിലെ സിറ്റിംഗ് MLA മറുകണ്ഠം ചാടി പോയതിൽ ഇവിടുത്തെ ആളുകൾക്കുള്ള പ്രതികരണം എങ്ങനെയാണ്, അവർ അതിനെ അനുകൂലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളോട് അവർ അനുകൂലിക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. വിശദമായി തന്നെ നോക്കാം നാട്ടിക മണ്ഡലത്തിലേക്ക്. മുൻ MLA കൂടിയായ ഗീതാ ഗോപിയെയാണ് LDF ഇത്തവണ നാട്ടിക മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിന്റെ പേരിലുള്ള പുകലുകൾ തന്നെയാണ് നമ്മൾ തുടക്കം തൊട്ട് പറഞ്ഞു വന്നതും. അപ്പോൾ നോക്കുകയാണെങ്കിൽ UDF സുനിൽ ലാലൂർ എന്ന ജനങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഒരു നേതാവിനെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതേസമയം NDA പാളയത്തിലേക്ക് മാറിയ മറുകണ്ഠം ചാടിയ സിറ്റിംഗ് MLA കൂടിയായ CC മുകുന്ദനാണ് BJPക്ക് വേണ്ടി NDAക്ക് വേണ്ടി മത്സരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നാട്ടികയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ ആർക്കൊപ്പമാണ് എന്നറിയുന്നതിന് മുമ്പ് ഈ നാടിന്റെ ഒരു ഭൂമിശാസ്ത്രം കൂടി പരിശോധിക്കേണ്ടതല്ലേ? ശ്രീജിത്ത് ശ്രീകുമാരൻ നമ്മുടെ തൃശ്ശൂർ റിപ്പോർട്ടർ തയ്യാറായി നിൽക്കുന്നുണ്ട്. ശ്രീജിത്ത്, എങ്ങനെയാണ് നാട്ടികയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ? നാട്ടിക സസ്പെൻസ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷേ ഒരു സസ്പെൻസ് നാട്ടിക ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും നമുക്ക് ഈ ഒരു ഘട്ടത്തിലുണ്ട്. കാരണം സിറ്റിംഗ് MLA നേരത്തെ സൂചിപ്പിച്ചല്ലോ, സിറ്റിംഗ് MLA CC മുകുന്ദൻ തന്നെയാണ് ഒരു കേന്ദ്ര കഥാപാത്രം. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കുന്നില്ല. സീറ്റ് കൊടുക്കാതെ നമ്മൾ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പൊട്ടിത്തെറിക്കുകയാണ് CC മുകുന്ദൻ. അത് ഗീതാ ഗോപിക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിനെതിരെ രൂക്ഷമായ വിമർശനം. പറയാതെ പേര് പറയാതെ തന്നെ VS സുനിൽകുമാറിനെയാണ് ആർക്കും പറ്റില്ല, വേണമെങ്കിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാം എന്ന് പറയുന്നത് പോലെ സുനിൽകുമാറാണെന്ന് എല്ലാവർക്കും അറിയാം. ചൂണ്ടുന്നത് സുനിൽകുമാറിനെതിരെ വിമർശനം. അന്തിക്കാട് തൊട്ടടുത്ത്, അതായത് അന്തിക്കാട് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റ് ഗ്രാമമാണ്. അവിടെ ചടയമൂരി ജോർജ് എന്ന് പറയുന്ന ഒരു വലിയ വിപ്ലവകാരിയുടെ, AKGയുടെ കൂടെയൊക്കെ ജോലി ചെയ്ത വിപ്ലവകാരിയുടെ ഒരു സ്മാരകമൊക്കെ നിലവിലുണ്ട്, അവരുടെ കർഷക സംഘത്തിൻ്റെ. ആ പ്രദേശത്തു നിന്നാണ് ഈ മേഖലയിലെ സഖാക്കൾ മുഴുവൻ, അതായത് CC മുകുന്ദൻ, KP രാജേന്ദ്രൻ, K രാജൻ, അതായത് CPI രാഷ്ട്രീയത്തിൻ്റെ ഒരു ഗതി നിർണ്ണയിക്കുന്ന മുഴുവൻ നേതാക്കളും ഉള്ള ഒരു പ്രദേശമാണ് അന്തിക്കാടെന്നത്. അന്തിക്കാടെന്നാണ് CC മുകുന്ദൻ വരുന്നത്. തമ്മിലുള്ള പ്രശ്നം എന്തായാലും പാർട്ടിക്ക് പുറത്തുപോയി ഉടൻ തന്നെ ജോസ് വള്ളൂർ വരുന്നു. KPC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ വരുന്നു. അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. നമുക്കൊന്ന് ഡൽഹി പോയിട്ട് വരാമെന്ന് പറയുന്നത്. ഡൽഹി പോയപ്പോഴേക്കും അവസാനം ആദ്യം ജോസ് വള്ളൂർ ഇറങ്ങി മുഖം പൊത്തി ഓട്ടോയിൽ ഓടേണ്ട ഒരു ഗതി വന്നു. കോൺഗ്രസ്സുകാർ സീറ്റ് കൊടുത്തില്ല. നമ്മൾ കേട്ടറിവ്, നമ്മൾ മനസ്സിലാക്കിയത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു, മുന്തം മത്സരിച്ചോളൂ, ഞങ്ങൾ എന്താ വിധത്തെ സഹായം ഞങ്ങൾ ചെയ്തുതരാം, പക്ഷേ കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ ഞങ്ങൾ മത്സരിക്കാൻ പറ്റില്ല, സ്വതന്ത്രമായിട്ട് മത്സരിച്ചോളൂ, ഞങ്ങൾ പിന്തുണ തരില്ല എന്ന് പറഞ്ഞു. മൂന്നിനും വേറെ വഴിയില്ല. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് തന്നെ AN രാധാകൃഷ്ണൻ്റെ കാറിൽ കയറുകയാണ്. നമ്മളൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവാണല്ലോ, മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യണം എന്നൊക്കെയാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ നാട് മാറേണ്ട ആവശ്യമുണ്ടോ, അല്ലെ ഇങ്ങനെയൊക്കെ? അല്ല, നമ്മളിപ്പോൾ ഈ 10 കൊല്ലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ റോഡായാലും അതുമാതിരി തന്നെ ഈ പ്രളയത്തിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം വീട്ടിൽ നിന്ന് വേണമെങ്കിൽ ഫണ്ട് വന്നിട്ടുണ്ട്, മനസ്സിലായി. അപ്പോൾ മാറ്റങ്ങൾ ഇതുമാതിരി ഓരോന്ന് വരുന്നുണ്ട്. ഇപ്പോൾ സ്കൂളുകളായാലും കോളേജുകളായാലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റിന്റെ ഭരണത്തെക്കുറിച്ച് എന്താണ്? അല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് തന്നെ മതി എന്നാണ് എൻ്റെയും അഭിപ്രായം. അല്ല, നമുക്കിപ്പോൾ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയല്ല, നമുക്കിപ്പോൾ 10 വർഷം ഇങ്ങനെ ഇപ്പോൾ ഈ കണ്ടിടത്തോളം നമുക്ക് ഇതാണ് ബെറ്റർ തോന്നുന്നു. പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണമാതിരി വികസനങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിവാദങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നത് അത് മനുഷ്യരായിട്ട് ഉണ്ടാക്കുന്ന ഇതാണ്. ഒരു തുടർ ഭരണം തന്നെ ആയിക്കോട്ടെ. അതാണ് എൻ്റെ അഭിപ്രായം.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.